നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇതുവരെ വന്ന വാർത്തകൾ സമഗ്രമായി പരിശോധിക്കാം. 1 PM ന്യൂസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ച ഹൈക്കോടതി. ഉപാധികളോടെയാണ് ജാമ്യം. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമാണ് നടന്നതെന്നും ഗർഭഛിദ്രം പരാതിക്കാരിയുടെ സമ്മതത്തോടെയാണെന്നും കോടതി നിരീക്ഷിച്ചു. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഒരുപക്ഷേ ഈ കേസിന്റെ മുന്നോട്ടു പോക്കിനെ തന്നെ ബാധിക്കാവുന്ന തരത്തിലാണോ നിരീക്ഷണങ്ങൾ? വിവരങ്ങൾ. രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതി പുറത്തിറക്കിയ ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ ഉത്തരവിലാണ് കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ ഉള്ളത്. പലയിടങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നുള്ളതായിരുന്നു പരാതി. പക്ഷേ ബലാത്സംഗം നിലനിൽക്കില്ല എന്നുള്ളതാണ് കോടതി പ്രഥമ ദൃഷ്ടിയാൽ മനസ്സിലാക്കുന്നത്. പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമാണ് പലയിടങ്ങളിൽ വെച്ച് നടന്നതെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഇത്ര ബ്രൂട്ടലായി ബലാത്സംഗം ചെയ്ത ഒരാൾക്കൊപ്പം പിന്നീട് ഈ യുവതി പോയത് അത്ഭുതപ്പെടുത്തുന്നു എന്ന് കോടതി പറയുന്നു. ഗർഭചിത്രവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ് മറ്റൊന്ന് അതിജീവിതയും അതോടൊപ്പം പ്രോസിക്യൂഷനും ഉയർത്തിയത്. പക്ഷേ ചാറ്റുകൾ വായിച്ചപ്പോൾ ഈ യുവതിയുടെ സമ്മതത്തോടുകൂടി തന്നെയാണ് ഗർഭചിത്രം നടത്തിയതെന്ന് കോടതി നിരീക്ഷിക്കുന്നു. ഒപ്പം ആ സമ്മതം ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണി പ്രകാരമാണ് എങ്കിൽ അത് ഇനിയിപ്പോ വിചാരണ വേളയിലാണ് അത് കണ്ടെത്തേണ്ടതെന്നും കോടതി നിരീക്ഷിക്കുന്നുണ്ട്. ഒപ്പം ഈ പ്രോസിക്യൂഷൻ ഉയർത്തിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രാഹുൽ സ്ഥിരം കുറ്റവാളി എന്നുള്ളതാണ്. ഇയാൾക്കെതിരെ ഇയാളുടെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡിയാണ് ഇത്തരത്തിൽ പെൺകുട്ടികളെ വഞ്ചിച്ച് ഗർഭിണിയാക്കുക എന്നുള്ളത്, പിന്നീട് അത് ഗർഭചിത്രം നടത്തുക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് രാഹുലിനെതിരെ മറ്റ് കേസുകൾ ഉണ്ടെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. പക്ഷേ രാഹുൽ ഒരു സ്ഥിരം കുറ്റവാളിയാണെന്ന് ഈ കേസിൽ പരിഗണിക്കാനാവില്ലെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. കാരണം ഇത് ആദ്യ കേസാണ്. ഇതിനു മുൻപ് രാഹുലിന് ആന്റിസിഡൻസ് ഇല്ല ബലാത്സംഗവുമായി ബന്ധപ്പെട്ട്. ഇതിനുശേഷം പോസ്റ്റ് ഇൻസിഡൻസ് ആണുള്ളത്. അതുകൊണ്ട് ഇതിനുശേഷമാണ് മറ്റ് കേസുകൾ രജിസ്റ്റർ ചെയ്തത്. ആ പശ്ചാത്തലത്തിൽ രാഹുലിനെതിരെ നിലനിൽക്കുമെന്ന് പറയുന്ന ഈ ഹാബിച്വൽ ഒഫൻഡിംഗ് എന്ന് പറയുന്ന സാധനം നിലനിൽക്കില്ല എന്നാണ് കോടതിയുടെ വിലയിരുത്തൽ. ആ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രാഹുലിന് മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ചിരിക്കുന്നത്. ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ. അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കണമെന്നും 16-ാം തീയതി അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ ഹാജരാകണമെന്നും രാഹുലിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനുജ, അതാണ് ഉപാധികളോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചത്. അതിനിടെയാണ് പ്രധാനപ്പെട്ട പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമാണ് നടന്നത്. ഗർഭഛിദ്രം പരാതിക്കാരിയുടെ സമ്മതത്തോടെയാണ്. ഒപ്പം വാട്സാപ്പ് ചാറ്റുകളിൽ നിന്നാണ് ഇത് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ കാര്യങ്ങൾ ഭീഷണിപ്പെടുത്തിയാണോ എന്നൊക്കെയുള്ളത് വിചാരണ സമയത്ത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നതുൾപ്പെടെ കോടതി നിരീക്ഷണം നടത്തിയിരിക്കുന്നു. സ്ഥിരം കുറ്റവാളി എന്നത് പറയാൻ കഴിയില്ല. കാരണം മറ്റ് കേസുകൾ പിന്നീട് രജിസ്റ്റർ ചെയ്തതാണ്. ഇത് ആദ്യ കേസാണ് എന്നതുൾപ്പെടെ പ്രധാനപ്പെട്ട പരാമർശങ്ങൾ. ഹർത്താൽ സമാനം പണിമുടക്ക്. തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ ദേശീയ പണിമുടക്കിൽ കേരളം സ്തംഭിച്ചു. പണിമുടക്ക് അനുകൂലികൾ വാഹനങ്ങൾ തടയുകയും സ്ഥാപനങ്ങൾ അടപ്പിക്കുകയും ചെയ്തു. സർക്കാർ ഓഫീസുകളിൽ ഹാജർ നില കുറവാണ്. സെക്രട്ടേറിയറ്റിൽ 10% ജീവനക്കാരാണ് ഹാജരായത്. മിക്കയിടത്തും തൊഴിലാളി സംഘടനകൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. പണിമുടക്കിൽ സംസ്ഥാനത്ത് ഹർത്താൽ പ്രതീതി. അവശ്യ സേവനങ്ങൾ ഒഴികെ മറ്റെല്ലാ മേഖലകളും പണിമുടക്കിൽ സ്തംഭിച്ചു. പൊതുഗതാഗതം തടസ്സപ്പെട്ടു. പലയിടത്തും യാത്രക്കാർ വലഞ്ഞു. ഇനിയിപ്പോൾ പോകാനായിട്ട് യാതൊരു മാർഗമില്ലാത്ത അവസ്ഥയിലാണ്. ഇത്രയും ഗൗരവമാണെന്ന് അറിയില്ലായിരുന്നു. ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞാൽ അറിഞ്ഞത്. പിന്നെ അതാണ് പ്രശ്നമായി പോയത്. അവിടെ നാട്ടിൽ നിന്ന് വണ്ടി വരുന്നതിനും ബുദ്ധിമുട്ട്. സർവീസിന് പമ്പയ്ക്കുള്ള സർവീസ് മാത്രമേ തൽക്കാലം ഉള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ബാക്കിയൊന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. വയനാട്ടിലും അങ്കമാലി, പെരുമ്പാവൂർ എന്നിവിടങ്ങളിലും KSRTC ബസ്സുകൾ ഉൾപ്പെടെ വാഹനങ്ങൾ തടഞ്ഞു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര KSRTC ഡിപ്പോയിൽ സമരാനുകൂലികളും ജീവനക്കാരും തമ്മിൽ നേരിയ വാക്കേറ്റമുണ്ടായി. തിരുവനന്തപുരം പോത്തൻകോട് പോസ്റ്റ് ഓഫീസും സ്വകാര്യ ധനകാര്യ സ്ഥാപനവും സമരക്കാർ അടപ്പിച്ചു. കൊല്ലം പുനലൂരിലും വയനാട് കൽപ്പറ്റയിലും ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും തുറക്കാൻ സമരക്കാർ സമ്മതിച്ചില്ല. പത്തനംതിട്ട കലഞ്ഞൂർ പഞ്ചായത്തിൽ ജോലിക്കെത്തിയ ജീവനക്കാരെ പ്രതിഷേധക്കാർ തടഞ്ഞു. നിങ്ങൾ ഇത്രയും പറയണം. നിങ്ങൾ വാശി പിടിച്ച് ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി നിങ്ങളെ തോൽപ്പിക്കാനൊന്നുമില്ല. നമുക്ക് രാഷ്ട്രീയം ഇല്ല.
കോഴിക്കോട് പുതിയങ്ങാടി GMUP സ്കൂളിൽ അധ്യാപകരെ തടഞ്ഞു. സ്കൂൾ ഗേറ്റിൽ CITU പ്രവർത്തകർ കൊടികുത്തി. ഡയസ്നോൺ പ്രഖ്യാപിച്ചെങ്കിലും സർക്കാർ സ്ഥാപനങ്ങളിൽ ഹാജർ നില തീരെ കുറവ്. 4600-ലധികം ജീവനക്കാരുള്ള സെക്രട്ടേറിയറ്റിൽ ഇന്ന് ഹാജരായത് 10% പേർ. ജോലിക്കെത്തിയവരെ തൊഴിലാളി സംഘടനകൾ തടഞ്ഞില്ല. വിവിധയിടങ്ങളിൽ തൊഴിലാളി സംഘടനകൾ പ്രതിഷേധ പ്രകടനം നടത്തി. ലോക് ഭവനിലേക്ക് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ മാർച്ച്. INTUC പ്രത്യേകം പ്രതിഷേധം സംഘടിപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. കേരളമൊഴികെ രാജ്യത്തെ മറ്റിടങ്ങളിൽ പണിമുടക്ക് ജനജീവിതത്തെ ബാധിച്ചിട്ടില്ല. പലയിടത്തും വ്യവസായ മേഖലകൾ കേന്ദ്രീകരിച്ച് തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. പാർലമെന്റിന് മുന്നിൽ പണിമുടക്കിനെ അനുകൂലിച്ച് പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ രാജ്യത്തെ 10 തൊഴിലാളി സംഘടനകളാണ് ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. പതിവ് പോലെ ഉത്തരേന്ത്യയിൽ പണിമുടക്ക് ജനജീവിതത്തെ ബാധിച്ചില്ല. ദേശീയ പണിമുടക്ക് ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടില്ല. ഡൽഹി മെട്രോയും ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകളും ഓട്ടോ ടാക്സി സർവീസുകളും സാധാരണ നിലയിൽ തന്നെ സർവീസ് നടത്തുകയാണ്. സ്വകാര്യ ഓഫീസുകളും തുറന്നു പ്രവർത്തിക്കുന്നു. അതേസമയം ബാങ്കിംഗ്, ഇൻഷുറൻസ്, സർവീസ് മേഖലകളിലെ തൊഴിലാളികൾ പണിമുടക്കിന്റെ ഭാഗമാകുന്നുണ്ട്. ഡൽഹിക്ക് സമീപമുള്ള വ്യവസായ മേഖലകളും പൊതുപണിമുടക്കിൽ സ്തംഭിച്ചിരിക്കുകയാണ്. കേന്ദ്ര തൊഴിലാളി യൂണിയൻ നേതാക്കളുടെ നേതൃത്വത്തിലുള്ള പല പ്രതിഷേധ പ്രകടനങ്ങളാണ് ഡൽഹിയിൽ ഇന്ന് നടക്കുന്നത്. പ്രതിപക്ഷം ഭരിക്കുന്ന പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ പണിമുടക്ക് ഭാഗികമാണ്. ദേശീയ പണിമുടക്കണമെങ്കിലും മുംബൈയെ അത് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. പൊതുഗതാഗതവും ഓഫീസുകളും ഒക്കെ തന്നെ സാധാരണ പോലെ തന്നെ പ്രവർത്തിക്കുന്നു. ജനജീവിതത്തെ സമരം ഒരു തരത്തിലും ബാധിച്ചതായി കാണാൻ കഴിയില്ല. കർഷക സംഘടനകളുടെ സ്വാധീനമുള്ള ഗ്രാമീണ മേഖലകളിൽ പലയിടത്തും പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു. ദേശീയ പണിമുടക്ക് തമിഴ്നാടിനെ ഒരു തരത്തിലും ബാധിച്ചില്ല. ജനജീവിതം സാധാരണ നിലയിൽ തന്നെ മുൻപോട്ട് പോവുകയും ചെയ്തു. എന്നാൽ വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ തമിഴ്നാടിന്റെ വിവിധയിടങ്ങളിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. ചെന്നൈ സെൻട്രൽ, റെയിൽവേ മൗണ്ട് റോഡ് തൊഴിലാളികൾ ഉപരോധിച്ചു. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും തൊഴിലാളി സംഘടനകൾ റോഡ് ഉപരോധിക്കുകയും പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം നാഷണൽ ഡെസ്ക് 24. INTUC ഉൾപ്പെടെ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്കിൽ UDFന്റെ പുതുയുഗ യാത്ര മാറ്റിവെക്കാത്തത് വിവാദമാക്കി LDF. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന യാത്ര മാറ്റാത്തത് പണിമുടക്കിനെ അപമാനിക്കലെന്നാണ് ഇടതു നേതാക്കളുടെ വിമർശനം. എന്നാൽ ജാഥ പണിമുടക്കിന്റെ കൂടി ഭാഗം എന്നാണ് VD സതീശന്റെയും UDF നേതാക്കളുടെയും മറുപടി. ദേശീയ പണിമുടക്ക് ദിവസവും VD സതീശന്റെ പുതുയുഗ യാത്ര തുടരുന്നതിൽ വിവാദം ശക്തമാക്കുകയാണ് ഇടത് സംഘടനകൾ. VD സതീശൻ പണിമുടക്കിനെ അപമാനിക്കുകയാണെന്നായിരുന്നു ഇതിനോട് CITU അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണം. പണിമുടക്ക് വിജയിപ്പിക്കാൻ UDF കക്ഷികൾ ബാധ്യസ്ഥരാണെന്ന് എളമരം കരീം പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ദേശവ്യാപകമായി നടന്ന ഒരു പണിമുടക്കിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പണിമുടക്ക് ദിവസം രാഷ്ട്രീയമായി UDF ഒരു ജാഥ പ്രതിപക്ഷ നേതാവിൻ്റെയും UDF നേതാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഈ പണിമുടക്കിനെ അപമാനിക്കലാണ്. പ്രതിപക്ഷ നേതാവിനെ രൂക്ഷമായി വിമർശിച്ചായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. INTUC പ്രസ്ഥാനത്തെ സതീശൻ ഛിന്നഭിന്നമാക്കുകയാണെന്ന് MV ഗോവിന്ദൻ. അതേസമയം വിമർശനങ്ങൾക്ക് പിന്നാലെ മാധ്യമങ്ങളെ കണ്ട VD സതീശൻ ജാഥ നടത്തുന്നത് പണിമുടക്കിന്റെ പ്രചാരണത്തിന് കൂടിയാണെന്ന് വിശദീകരിച്ചു. പണിമുടക്കിന്റെ കാരണങ്ങളോട് നമ്മൾ പൂർണ്ണമായ പിന്തുണയാണ്. ദേശീയതലത്തിൽ കോൺഗ്രസ് കൂടി പിന്തുണയ്ക്കുന്ന കാര്യമാണ്. സംശയം എന്താണ്? ഏത് കാര്യത്തിലാണ് ഈ സമരം ദേശീയ പണിമുടക്ക് നടത്തുന്നത്? അതിന്റെ കാരണം കൂടി
എന്തിനാണ്, ഏത് കോസിന് വേണ്ടിയാണ് നടത്തുന്നതെന്ന് ഈ ജാഥയിൽ പ്രചരണം കൂടി നടത്തും. അതിനുള്ള ഒരു അവസരം കൂടിയല്ലേ. പുതുയുഗയാത്ര നിർത്തിവെക്കാൻ INTUC പറഞ്ഞിട്ടില്ലെന്ന് MV ഗോവിന്ദന് മറുപടിയുമായി സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനും രംഗത്തെത്തി. അത് ഗോവിന്ദൻ മാസ്റ്ററുടെ അഭിപ്രായമാണ്. ഞങ്ങള് UDFന്റെ ജാഥ നിർത്തിവെക്കാൻ പറഞ്ഞിട്ടില്ല. UDFന്റെ ജാഥ സംസ്ഥാനത്തുടനീളം ഒരു ജാഥയാണ്. അത് ഒരിടത്ത് നിർത്തിവെച്ചാൽ ഷെഡ്യൂളെല്ലാം മാറും. കേന്ദ്ര നയങ്ങൾക്കെതിരെ തൊഴിലാളികൾ സംയുക്തമായി തെരുവിലിറങ്ങിയ ദിനത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് വരും ദിവസങ്ങളിൽ ഭരണപക്ഷം UDFനെതിരെ ആയുധമാക്കിയേക്കും. ന്യൂസ് ഡെസ്ക് 24. ഇനി പുതുയുഗയാത്രയിലെ പിടിവലി വിവാദവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. വിവാദം തള്ളുകയാണ് നേതാക്കൾ. വേദിയിലുണ്ടായത് നിസ്സാര കാര്യം എന്ന് VD സതീശനും സ്നേഹത്തള്ളലാണെന്ന് കോഴിക്കോട് DCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് K പ്രവീൺകുമാറും പ്രതികരിച്ചു. ഷാഫി പറമ്പിൽ MP തന്നോട് കയർത്തിട്ടില്ലെന്ന് DCC സെക്രട്ടറി പ്രമോദ് കക്കട്ടിൽ 24നോട് പറഞ്ഞു. പുതുയുഗയാത്രാവേദിയിലെ പിടിവലി വിവാദം നാണക്കേടായതോടെയാണ് നേതാക്കളുടെ പ്രതികരണം. വേദിയിൽ കണ്ടത് ഒരു കുടുംബത്തിലെ കാര്യങ്ങളാണെന്നും നിസ്സാര കാര്യങ്ങൾ മാധ്യമങ്ങൾ ഊതിപ്പെരുപ്പിക്കുകയാണെന്നും VD സതീശൻ. ഒരു പ്രധാനപ്പെട്ട മാധ്യമം ഒരു വാർത്തയും കൂടി കൊടുത്തു. മുല്ലപ്പള്ളി രാമേന്ദ്രൻ വീണുപോയെന്ന്. എന്തിനാണ് പച്ചക്കള്ളം പറയുന്നത്? നിങ്ങളുടെ ക്രെഡിബിലിറ്റി പോകും. മുല്ലപ്പള്ളി രാമേന്ദ്രൻ എഴുന്നേറ്റ് ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം സീറ്റിലേക്ക് ഇരുന്നു. കുറ്റ്യാടിയിലുണ്ടായത് സ്നേഹത്തള്ളലെന്നാണ് DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിന്റെ വിശദീകരണം. സംസാരിക്കാൻ വിളിക്കാത്തതിൽ ഷാഫി പറമ്പിലിന് ഒരു നീരസവും ഉണ്ടായിട്ടില്ലെന്നും പ്രവീൺകുമാർ. ഒരു നീരസം ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും പ്രവർത്തകർ ഷാഫി വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ വിളിക്കരുതെന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊരു സ്നേഹത്തള്ളൽ നടത്തിയതാ. ആ സ്നേഹത്തള്ളൽ പോലും ഒന്നും തള്ളിയൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഷാഫി ദേഷ്യത്തിലല്ല പ്രതികരിച്ചതെന്ന് DCC സെക്രട്ടറി പ്രമോദ് കക്കട്ടിൽ. സംസാരിക്കില്ലെന്ന് ഷാഫി നേരത്തെ പറഞ്ഞിരുന്നുവെന്നും പ്രതികരണം. ഓൾറെഡി സമയം ലേറ്റായി, ഇനി പ്രസംഗിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നുള്ള കടുത്ത നിലപാട് ഷാഫി പറമ്പിൽ എടുക്കാനുണ്ടായി. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ സാറ് പ്രസംഗിച്ചേ പറ്റൂ എന്ന് ഞങ്ങൾ ചാഢ്യം പിടിക്കുകയും അത് പറ്റില്ല എന്ന് പറഞ്ഞ് മൂപ്പരങ്ങ് പോകാൻ ശ്രമിക്കുകയും ചെയ്തതാണ്. കുറ്റ്യാടിയിലെ പരിപാടിക്ക് പിന്നാലെ വടകരയിലും കൊയിലാണ്ടിയിലും ഷാഫി പറമ്പിൽ സമ്മേളനത്തിൽ പങ്കെടുക്കുകയും വേദിയിലെ വിവാദം വിശദീകരിക്കുകയും ചെയ്തിരുന്നു. 24 കോഴിക്കോട്. ശബരിമലയിൽ ജീവനക്കാരുടെ പണമിടപാടുകളിലും അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ്. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് കാലയളവിൽ ശബരിമലയിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരുടെ ഇടപാടുകൾ സംശയകരമെന്ന SIT റിപ്പോർട്ടിലാണ് അന്വേഷണ ഉത്തരവ്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 14 ലക്ഷത്തിലധികം രൂപ പോസ്റ്റ് ഓഫീസ് വഴി മാത്രം കൈമാറ്റം നടന്നു എന്നാണ് കണ്ടെത്തൽ. മണ്ഡലകാലത്ത് സന്നിധാനത്ത് ജോലി ചെയ്തിരുന്ന മുഴുവൻ ജീവനക്കാരുടെയും വിവരങ്ങൾ ശേഖരിക്കണമെന്നും 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന് സ്വാഭാവിക ജാമ്യം. എന്നാൽ ദ്വാരപാലക ശില്പക്കേസിൽ റിമാൻഡിൽ കഴിയുന്നതിനാൽ ജയിൽ മോചിതനാകാൻ കഴിയില്ല. ഇതിനിടെ ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്തെത്തി. മുൻ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാറിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും. കട്ടിളപ്പാളി കേസിൽ കസ്റ്റഡി കാലാവധി 90 ദിവസം പൂർത്തിയായതോടെയാണ് കൊല്ലം വിജിലൻസ് കോടതി KS ബൈജുവിന് സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. എന്നാൽ ദ്വാരപാലകപ്പാളി കേസിൽ റിമാൻഡിൽ കഴിയുന്നതിനാൽ ജയിലിൽ തുടരേണ്ടി വരും. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള സാമ്പിൾ ശേഖരിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്തെത്തി. SITയോടൊപ്പം ലീഗൽ മെട്രോളജി ഗോൾഡ് അസസ്മെന്റ് വിഭാഗവുമുണ്ട്. മുംബൈയിലെ ഭാഭ ആറ്റമിക് റിസർച്ച് സെന്റർ, ജംഷഡ്പൂരിലെ നാഷണൽ മെറ്റലർജിക്കൽ ലബോറട്ടറി, ഹൈദരാബാദിലെ ഡിഫൻസ് മെറ്റലർജിക്കൽ റിസർച്ച് ലബോറട്ടറി എന്നിവിടങ്ങളാണ് പരിശോധനയ്ക്കായി പരിഗണനയിലുള്ളത്. സ്വർണ്ണക്കൊള്ളയിൽ ED നടപടിയും ശക്തമാക്കുകയാണ്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് മുൻ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാറിന് സമൻസ് അയച്ചു. ഇന്നലെ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N വാസുവിനെയും ED ചോദ്യം ചെയ്യും. ന്യൂസ് ഡെസ്ക് 24. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ റോയ് CJയുടെ ആത്മഹത്യയിൽ ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ തെളിവില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം. ഡോക്ടർ റോയ് CJയെ ഉദ്യോഗസ്ഥർ അന്നേ ദിവസം ചോദ്യം ചെയ്തിട്ടില്ല. സമ്മർദ്ദത്തിലാക്കിയെന്നതിന് തെളിവില്ല എന്നുമാണ് SITയുടെ റിപ്പോർട്ട്. ഡോക്ടർ റോയ് CJ ആത്മഹത്യ ചെയ്ത ദിവസം ആദായ നികുതി വകുപ്പ് 1 മണിക്കൂറോളം ചോദ്യം ചെയ്തുവെന്നും സമ്മർദ്ദത്തിലാക്കിയെന്നുമായിരുന്നു ജീവനക്കാരുടെ മൊഴി. ആദ്യഘട്ടത്തിൽ കുടുംബവും ഈ ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങൾക്ക് തെളിവില്ലെന്നാണ് SITയുടെ കണ്ടെത്തൽ. ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണവും പ്രാഥമിക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകളും ഇതുതന്നെയായിരുന്നു. ആത്മഹത്യയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ നൽകിയ പരാതിയിലും ചോദ്യം ചെയ്തതായി പറഞ്ഞിരുന്നില്ല. കമ്പനിയിലെ ജീവനക്കാരെയും ഡോക്ടർ റോയ് CJയുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയുമെല്ലാം SIT ചോദ്യം ചെയ്തിരുന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ അശോക് നഗറിലെ ഓഫീസിലെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് SIT റിപ്പോർട്ട് തയ്യാറാക്കിയത്.
ഡോക്ടർ റോയ് CJ അലട്ടിയത് മറ്റെന്തോ പ്രശ്നമാണ്. മാനസിക സമ്മർദ്ദത്തിന് ഡോക്ടർ റോയ് ചികിത്സ നേടിയത് എന്തിനെന്നും SIT പരിശോധിക്കുന്നുണ്ട്. റോയിയുടെ സാമ്പത്തിക ഇടപാടുകളിലും പോലീസ് വ്യക്തത തേടും. സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കാൻ സ്വകാര്യ ഓഡിറ്റർമാരെ പോലീസ് നിയോഗിച്ചു. ജനുവരി 29-നാണ് ബംഗളൂരുവിലെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഹെഡ് ഓഫീസിൽ വെച്ച് ഡോക്ടർ റോയ് CJ സ്വയം വെടിയുതിർത്ത് ജീവനൊടുക്കിയത്. 24 ബംഗളൂരു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ നോട്ടീസുമായി BJP. രാഹുൽ ഗാന്ധിയുടെ അംഗത്വം റദ്ദാക്കണമെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വിലക്കണമെന്നും ആവശ്യപ്പെട്ടാണ് BJP അംഗം നിഷികാന്ത് ദുബെ ലോക്സഭാ സ്പീക്കർക്ക് അവകാശ ലംഘന നോട്ടീസ് നൽകിയത്. രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി ബന്ധമുണ്ടെന്നാരോപിച്ചാണ് നോട്ടീസ്. BJPക്ക് രാഹുലിനെ ഒന്നും ചെയ്യാനാകില്ല എന്നാണ് പ്രിയങ്ക ഗാന്ധിയുടെ പ്രതികരണം. ദേശീയ പണിമുടക്ക്, വ്യാപാര കരാർ വിഷയങ്ങൾ ഉന്നയിച്ച് ഇന്ത്യ സഖ്യം പാർലമെന്റിന് പുറത്ത് പ്രതിഷേധിച്ചു. പാർലമെന്റിന്റെ ഇരുസഭകളിലും ദേശീയ പണിമുടക്ക് വിഷയം പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിച്ചു. കരസേനാ മുൻ മേധാവി ജനറൽ MM നർവനെയുടെ പുസ്തകം ചോർന്നതിൽ കുറ്റകരമായ ഗൂഢാലോചന നടന്നുവെന്ന് ഡൽഹി പോലീസ്. സ്പെഷ്യൽ സെൽ രജിസ്റ്റർ ചെയ്ത കേസിൽ വിദേശ രാജ്യങ്ങളിലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. സംഭവത്തിൽ പെൻഗ്വിൻ ബുക്സ് ജീവനക്കാരെ പോലീസ് ചോദ്യം ചെയ്തു. പുസ്തകത്തിന്റെ ഡിജിറ്റൽ പകർപ്പുകൾ ആദ്യമെത്തിയത് വിദേശ വെബ്സൈറ്റുകളിലാണെന്ന് ഡൽഹി പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തി. ഈ പകർപ്പുകളിലെല്ലാം വിതരണം പാടില്ല എന്ന് രേഖപ്പെടുത്തിയിരുന്നു. ആവശ്യമായ അനുമതികൾ ലഭിക്കുന്നതിന് മുൻപ് തന്നെ വിദേശ പ്ലാറ്റ്ഫോമുകൾ വഴി ഡിജിറ്റൽ പകർപ്പുകൾ വിപണിക്കെത്തി. ചോർന്ന പതിപ്പിന്റെ ആദ്യ അപ്ലോഡ് .io എന്ന ഡൊമൈൻ എക്സ്റ്റൻഷൻ ഉപയോഗിച്ചായിരുന്നു. പിന്നീട് ഒന്നിലധികം ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ഉള്ളടക്കമെത്തി. സംഘടിതമായ നീക്കം തന്നെയാണ് സംഭവിച്ചതെന്ന് ഡൽഹി പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഇതോടെ അന്താരാഷ്ട്ര തലത്തിലുള്ള അന്വേഷണവും വ്യാപിപ്പിച്ചു. അമേരിക്ക, കാനഡ, ജർമ്മനി, ഓസ്ട്രേലിയ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പുസ്തക പകർപ്പിന്റെ ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം എവിടെ നിന്ന് ലഭിച്ചു എന്ന ചോദ്യത്തിനും പോലീസ് ഉത്തരം തേടുന്നു. വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് സൈനികരുടെ പുസ്തകങ്ങൾക്ക് പ്രതിരോധ മന്ത്രാലയം മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരുന്നത്. കൈയെഴുത്തു പ്രതി പ്രസിദ്ധീകരണത്തിന് അനുമതി നൽകുന്നതിന് മുൻപ് പാലിക്കേണ്ട പ്രക്രിയ വിശദീകരിക്കുന്നതാകും മാർഗനിർദ്ദേശങ്ങൾ. പ്രതിരോധ മന്ത്രാലയം കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനമെടുത്തത്. വിരമിച്ച സൈനികരുടെ പുസ്തകങ്ങളിലെ ഉള്ളടക്കങ്ങളും ഒഫീഷ്യൽ സീക്രട്സ് ആക്ടിന്റെ പരിധിയിൽ ഉൾപ്പെടും. 24 ഡൽഹി. ഇനി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. തെരഞ്ഞെടുപ്പ് ചൂടേറ്റി ജാഥകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ പേരാവൂരിൽ വീണ്ടും മത്സരത്തിനിറങ്ങാൻ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. KPCC അധ്യക്ഷന് താത്കാലിക ചുമതല ബെന്നി ബെഹനാൻ MPക്ക് കൈമാറിയേക്കും. കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം 20-ന് പ്രഖ്യാപിക്കാനാണ് സാധ്യത. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യം തന്നെ കളം നിറയാനുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ്. അതിവേഗം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി പ്രചാരണത്തിൽ ഒരുപടി മുന്നേ സ്ഥാനം ഉറപ്പിക്കണം. ഈ മാസം തന്നെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. 20-ന് തന്നെ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് വിവരം. സിറ്റിംഗ് സീറ്റുകളിൽ നിലവിലെ MLA മാർ തന്നെ മത്സരിക്കും. അതിൽ തന്നെയും 2 സീറ്റുകളിൽ മാറ്റമുണ്ടായേക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിച്ച പാലക്കാട് സീറ്റിലേക്കും K ബാബു മത്സരിച്ച തൃപ്പൂണിത്തുറയിലും പുതിയ മുഖങ്ങൾ വരും. സന്ദീപ് വാര്യർ, കണ്ണൻ ഗോപിനാഥ് എന്നിവരാണ് പാലക്കാട് പരിഗണനയിൽ. വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തി പാർട്ടിയുടെ മുഖം രക്ഷിക്കാനുള്ള ആലോചനയുമുണ്ട്. പേരാവൂരിൽ ഇത്തവണയും സണ്ണി ജോസഫ് മത്സരിക്കും. ആ ഘട്ടത്തിൽ KPCC അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പകരം ചുമതല ബെന്നി ബെഹനാൻ MPക്ക് കൈമാറും. സിറ്റിംഗ് സീറ്റുകളിലേക്കും സംവരണ സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ ആയിരിക്കും ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുക. സൂര്യഗായത്രി, 24 കൊല്ലം. മുന്നണി മാറ്റത്തിന് ജോസ് കെ മാണി UDF നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന വാദത്തിൽ ഉറച്ച് പാലാ MLA മാണി സി കാപ്പൻ. ഈശ്വര വിശ്വാസി ആയതുകൊണ്ടാണ് കുരിശുപള്ളിക്ക് മുന്നിൽ വന്ന് ഇക്കാര്യം പറയാൻ സാധിക്കുമോ എന്ന് താൻ ജോസ് കെ മാണിയോട് ചോദിച്ചത്. തന്റെ ഇടമുണ്ടെങ്കിൽ ജോസ് കെ മാണി പാലായിൽ മത്സരിക്കണമെന്നും മാണി സി കാപ്പൻ 24-നോട് പറഞ്ഞു. പാലായിലെ വികസനത്തെ ചൊല്ലിയുള്ള തർക്കത്തിലായിരുന്നു തുടക്കം. ആദ്യം വെടിപൊട്ടിച്ചത് ജോസ് കെ മാണി. പാലായിൽ ഒരു വികസനവും കാപ്പൻ നടത്തിയിട്ടില്ല എന്നായിരുന്നു ആരോപണം. ഇതിനു മറുപടിയായാണ് ജോസ് കെ മാണി UDF നേതാക്കളെ കണ്ടെന്ന വാദവുമായി മാണി സി കാപ്പൻ രംഗത്ത് വന്നത്. കുരിശുപള്ളിക്ക് മുന്നിൽ വന്ന് നിന്ന് ഇത് നിഷേധിക്കാനാകുമോ എന്നായിരുന്നു വെല്ലുവിളി. തിളച്ച എണ്ണയിൽ കൈമുക്കാൻ പോലും തയ്യാറാണെന്ന് ജോസ് കെ മാണിയും തിരിച്ചടിച്ചു. എന്നാൽ കാപ്പൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അല്ല, ആ പറഞ്ഞ കാര്യം ഞാൻ പിൻവലിക്കാൻ തയ്യാറല്ല. പറഞ്ഞത് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. എനിക്ക് ബോധ്യമുണ്ട്, വ്യക്തമായി അറിയാം, അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ല, ഞാൻ അറിഞ്ഞത് തിളച്ച എണ്ണയ്ക്ക് അത് കൈമുക്കിക്കാണ്. ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുരിശുപള്ളി മാതാവിൻ്റെ മുമ്പിൽ വെച്ച് പറയാമെങ്കിൽ ഇനി പുള്ളിക്ക് തിളച്ച എണ്ണയിൽ ഇടണമെന്നുണ്ടെങ്കിൽ പൊതുജനം കാങ്ങ എന്നിട്ട് കാണിക്കട്ടെ.
തന്റെ ഇടമുണ്ടെങ്കിൽ പാലായിൽ മത്സരിക്കണമെന്നും കാപ്പൻ ജോസ് കെ മാണിയെ വെല്ലുവിളിക്കുന്നു. അങ്ങനെ തന്റെ ഇടം മത്സരിച്ച് നോക്കിയിട്ട് പറഞ്ഞപ്പോൾ ജയിക്കുമ്പോൾ ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഒരു തവണ നിഷേധിച്ചതുകൊണ്ട് തന്നെ പ്രതികരണത്തിനില്ലെന്നാണ് ജോസ് കെ മാണി വിഭാഗം പറയുന്നത്. വികസന വിഷയങ്ങളിൽ ഊന്നിയാണ് മറുപടിയെന്ന് തിരിച്ചടി. അതിനാൽ മണ്ഡലത്തിൽ വികസനവുമായി ബന്ധപ്പെട്ട ഫ്ലെക്സ് ബോർഡുകൾ വെക്കാനാണ് മാണി സി കാപ്പന്റെ തീരുമാനം. 24 കോട്ടയം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ക്ഷണത്തിൽ കോൺഗ്രസ് നേതാക്കളോട് നോ പറഞ്ഞിട്ടില്ലെന്ന് എ സുരേഷ്. ക്ഷണം സംബന്ധിച്ച് വാർത്ത വന്നിട്ടും CPIM നേതാക്കൾ തന്നെ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. CPIMൽ തിരിച്ചെടുക്കുമെന്ന പ്രതീക്ഷ നഷ്ടമായെന്നും എ സുരേഷ് പാലക്കാട്ട് പറഞ്ഞു. ഞാൻ നോ ഒന്നും പറഞ്ഞിട്ടില്ല, എസും പറഞ്ഞിട്ടില്ല. അവരെന്നോട് സംസാരിച്ച് വളരെ അനുഭവപൂർവ്വമായി സംസാരിച്ചത്, വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടാണ് എന്നോട് സംസാരിച്ചത്, എന്നെ അംഗീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഞാൻ അവരോട് നോ ഒന്നും പറഞ്ഞിട്ടില്ല, എസും പറഞ്ഞിട്ടില്ല. മനസ്സുകൊണ്ട് വല്ലാതെ വിഷമത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ അംഗത്വം എന്നെ സംബന്ധിച്ചൊരു ഞാൻ എന്തിന് പുറത്തു പോയെന്ന് എനിക്കിപ്പോഴും വ്യക്തമായിട്ടില്ല. എനിക്ക് മാത്രമല്ല പലർക്കും എന്തുകൊണ്ട് സുരേഷെ പുറത്താക്കി എന്നുള്ളത് വ്യക്തതയില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ ഇവിടുത്തെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു, LC-യിലുണ്ടായിരുന്നു, LC സെൻട്രൽ അംഗമായിരുന്നു. അതുപോലെ ഒരുപാട് 5ാം ക്ലാസ് മുതൽ SFI പ്രവർത്തകനായിരുന്നു. അത്തരത്തിലൊരാൾ പുറത്തു പോയി ഇത്രയും വർഷമായി തിരുത്തൽ വരുത്തിയിട്ടില്ല എന്നാണ് അവർ പറയുന്നതെങ്കിൽ ഞാൻ ഇനി എന്താണ് തിരുത്തേണ്ടത്? തുടർഭരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇനി പ്രതികരണത്തിനില്ലെന്ന് കവിയും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനുമായ K. സച്ചിദാനന്ദൻ. ഇടതുപക്ഷത്തു നിന്നാണ് ഇടതുപക്ഷത്തിന്റെ വീഴ്ചകളെ വിമർശിക്കുന്നത്. പൊതുതത്വത്തെ പോലും ഇവിടുത്തെ പാർട്ടി യുദ്ധങ്ങളിലേക്ക് ചുരുക്കി ദുർവ്യാഖ്യാനം ചെയ്യുകയാണെന്നും സച്ചിദാനന്ദൻ ഫേസ്ബുക്കിൽ കുറിച്ചു. പ്രദേശിൽ പൊതുതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. പാർലമെന്റിലെ 300 സീറ്റുകളിലേക്കായി 1981 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. വോട്ടെടുപ്പിനിടെ ബംഗ്ലാദേശിൽ പോളിംഗ് സ്റ്റേഷന് സമീപം ക്രൂഡ് ബോംബ് സ്ഫോടനമുണ്ടായി 3 പേർക്ക് പരുക്കേറ്റു. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ മകനായ താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള 11 പാർട്ടികളുടെ സഖ്യവും തമ്മിലാണ് പ്രധാന പോരാട്ടം. 2024 വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ നഹീദ് ഇസ്ലാം രൂപം നൽകിയ പുതിയ പാർട്ടിയായ നാഷണൽ സിറ്റിസൺ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമി സഖ്യത്തിലാണ് ഉള്ളത്. വിലക്ക് നിലനിൽക്കുന്നതിനാൽ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള അവാമി ലീഗിന് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനാകില്ല. പൊതുതെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ ഭരണഘടനാ പരിഷ്കരണത്തിനായുള്ള ജൂലൈ ചാർട്ടറിന്റെ ഹിതപരിശോധനയും നടക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ കാലാവധി പരമാവധി 2 ടേം അഥവാ 10 വർഷമായി നിജപ്പെടുത്തുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഈ ഹിതപരിശോധനയിലുണ്ട്. പുറത്തുവന്ന സർവേകളിൽ BNPക്കാണ് വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്നത്. പതിറ്റാണ്ടുകളായി ബംഗ്ലാദേശ് രാഷ്ട്രീയം നിയന്ത്രിച്ചിരുന്ന അവാമി ലീഗ് മത്സരരംഗത്തില്ലാത്തത് രാജ്യത്തൊരു പുതിയ രാഷ്ട്രീയ ക്രമത്തിന് വഴിയൊരുക്കും. ബംഗ്ലാദേശിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധത്തെയും അതിർത്തി സുരക്ഷയെയും സാരമായി ബാധിക്കുമെന്നതിനാൽ ഇന്ത്യ ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പ് സസൂക്ഷ്മം വീക്ഷിച്ചു വരികയാണ്. 12.7 കോടി വോട്ടർമാരാണ് ബംഗ്ലാദേശിലുള്ളത്. ആദ്യ ഫലസൂചനകൾ ഇന്ന് അർദ്ധരാത്രിയോടെ പുറത്തുവരും. നാളെ രാവിലെ ഫലപ്രഖ്യാപനമുണ്ടാകുമെന്നാണ് ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.